കൊന്നളി പന്നി. ഇതാണ് രഞ്ജിത്ത്. ഇവിടെ നടന്നതൊരു കാഷ്വൽ ക്യാമ്പസ് ഫൈറ്റ് അല്ല. നമ്മുടെ രഞ്ജി ഒരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ്റെ ഏതോ പടം അത്ര പോരാ എന്ന് ഈ തെണ്ടി പറഞ്ഞു. അതാണ് സംഭവം. അലിയ, ഇനി ഒരാഴ്ചയേ ഉള്ളൂ കോളേജ് തീരാൻ. 4 കൊല്ലം പോയത് അറിഞ്ഞില്ല. ഈ എൻജിനീയറിംഗ് ആയതുകൊണ്ടാന്ന് എനിക്കിത്ര സപ്ലി. എന്നാ പിന്നെ എനിക്ക് MBBS എടുത്തുകൂടായിരുന്നു. അളിയാ ഇത് നോക്കിയേ, ലാലേട്ടൻ്റെ ഓണർ റിലീസ്. പൊളിച്ചിലവന ലുക്ക്, കസറും കലക്ഷൻ തൂത്തുവാരും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതുറപ്പിച്ച്. അല്ല, എന്നടാ റിലീസ്? അതൊക്കെ പോട്ടെ, നമ്മുടെ കഥ ദാ ഇവളാണ്. ഇവളുടെ പേരെന്താ, മഞ്ജുവോ ചിഞ്ചുവോ അങ്ങനെ എന്തോ ആണ്. ഉമ്മയുടെ രഞ്ജി ഉമ്മയുടെ കൂടെ അടിച്ചു പൊളിക്കുന്നതാണ് ഉമ്മക്കിഷ്ടം. പക്ഷേ അപ്പോഴത്തേക്കും ഇവള് വന്ന് ഓൻ്റെ കൽബിലങ്ങ് കയറിയില്ലേ പണ്ടാരടങ്ങാനായിട്ട്. അതോടെ ആ പഴയ രഞ്ജിയെ ഉമ്മക്ക് മിസ്സായി. പിന്നെ അവർ ചാറ്റിംഗ് ആയി, മീറ്റിംഗ് ആയി, ഡേറ്റിംഗ് ആയി, ഒന്നും പറയണ്ട. അതും ഇവർക്ക് രാത്രി ഉറക്കമൊന്നുമില്ല കേട്ടോ, ഫുൾ നൈറ്റ് ഫോണിലാ. കൊറേയാലോ കണ്ടിട്ട്. ഇവിടെ ഉണ്ടോ അപ്പോ? ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. ശരി എന്നാ, ബൈ. പോട്ടെ. വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ബിടെക് കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് മാത്രം. നമ്മളെല്ലാം കോളേജ് വിട്ടു, പക്ഷേ നമ്മുടെ റൂം വിട്ടില്ല. കാരണം സപ്ലി. എടാ രഞ്ജി പാസ്സായടാ. ദുഷ്ടൻ. നീ പാസ്സായടാ? ഞാൻ പൊട്ടി. കുഴപ്പമില്ല, നീയും പൊട്ടി. അപ്പം ഞാനോ? അത് പിന്നെ പറയാല്ലോ. രഞ്ജി ഫുൾ പാസ്. അവന് ജോലിയും കിട്ടി. ഓൻ സപ്ലി അടിക്കുന്നത് കണ്ട് സപ്ലി അടിച്ച ഞങ്ങളെല്ലാം ലാസ്റ്റ് വെട്ടിലായി. അതോടെ അവൻ നമ്മുടെ മെൻസ് ഹോസ്റ്റലിൽ തന്നെ ഒരു സിംഗിൾ റൂം എടുത്തു മാറി. ഫ്രണ്ട്ഷിപ്പിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പ്രണയത്തിൻ്റെ അന്ധകാരത്തിലേക്ക്. എന്നാലും എൻ്റെ രഞ്ജി, ഇത് മാത്രം ഞങ്ങൾ സഹിക്കൂല. അളിയാ രഞ്ജി, ഒരേ ഹോസ്റ്റലായിട്ട് നിന്നെ ഒന്നും കാണാൻ കിട്ടുന്നില്ലല്ലോടാ. ഞാനിവിടേക്ക് തന്നെ ഉണ്ടറാ, ഓരോ തിരക്കായിട്ട് അങ്ങനെ പോകുന്നു. ലാലേട്ടൻ വരുന്ന അറിഞ്ഞില്ലേ നീ? ഞാൻ അറിഞ്ഞു. നീ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവില്ലടാ. അതെന്ത് പറ്റി? വർക്കായിട്ട് കുറച്ച് സ്ഥലം വരെ പോകണ്ട, അതാണ്. ഓക്കെ, ശരി, കാണാം. ശരിയാടാ, ബൈ. ഓക്കെ ഓക്കെ. ദുഷ്ടൻ. അത് നിൽക്ക ഒരു സെക്കൻഡ്. ഹലോ ഹലോ രഞ്ജി, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ. എടാ, നീ ആ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിന് പോകണം. ഓഗസ്റ്റ് 29 മുതൽ ജസ്റ്റ് 1 വീക്ക് ട്രെയിനിങ് അല്ലേ ഉള്ളൂ. എന്താ നീ അതിനെപ്പറ്റി സീരിയസ് അല്ലാത്തേ? എടാ, അവിടെ പോയാൽ നമുക്കിങ്ങനെ മിണ്ടാനൊന്നും പറ്റില്ല. അത് സാരമില്ല, 1 വീക്ക് കഴിഞ്ഞു മിണ്ടാം. കരിയർ നന്നാവണ്ടേ രഞ്ജി? നമുക്ക് നല്ലൊരു ലൈഫ് വേണ്ടേ? അതിനല്ലേ ഞാനിങ്ങനെ പറയുന്നത്. ശരി ശരി, എന്തായാലും പോവാം. പിന്നെ നോക്ക്, മാനേജ്മെൻറ്റ് ട്രെയിനിങ് പൂനെയിലാണ്. അവിടെ കുറേ ചിക്സ് ഒക്കെ വരും. അത് അടിപൊളിയായി. അപ്പോൾ ബോറടിക്കില്ലല്ലോ.
ഹേയടാ, ഈ ലൈഫിൽ ഞാൻ പോരെ നിനക്ക്? അതിന് എൻ്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? അത് ഞാൻ നോക്കിക്കോളാം. എന്താ പെട്ടെന്നൊരു മനംമാറ്റം? മോനെ, ലാസ്റ്റ് മിനിറ്റ് കൈയൊഴിയാനാണ് ഭാവമെങ്കിൽ ഞാൻ നിന്നെ തട്ടിയിട്ട് പൂച്ചപ്പുരയ്ക്ക് പോകും. രഞ്ജി അഞ്ചു രാത്രി 9 മുതൽ 3:30 വരെ ഫോണിൽ സല്ലപിക്കാറുണ്ട്. ചിലപ്പോൾ അത് 4:30 വരെ നീളും. അത് നിനക്കെങ്ങനെ അറിയാം? നമ്മളാരാ മോൻ? ഞാൻ രണ്ടുപേരെയും ഡെയിലി കോൾ ചെയ്ത് നോക്കാറുണ്ട്. ഓരോ അരമണിക്കൂർ കിട്ടും. രണ്ടുപേരുടെയും നമ്പർ ബിസി. രാവിലെ 4:30 വരെ. കഷ്ടം. ഇവർക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? മച്ചാൻ എന്തെങ്കിലും ഒപ്പിക്കും. അവൻ്റെയൊക്കെ ഒരു യോഗം. എടാ അത് വിടറാ, അവൻ്റെ പ്രൈവസി അല്ലേ. അല്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നാണോ? ഞങ്ങളെല്ലാം മത്സരിച്ച് കണ്ണു വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഈ പ്രേമക്കപ്പൽ മുങ്ങിത്തുടങ്ങി. എനിക്ക് നിന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. നീ എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഇതെന്താ 28 മിസ് കോള്? നിനക്കെന്താ വട്ടാണോ? നീ എന്താ ഫോൺ എടുക്കാതെ? അത് പറ. രഞ്ജി നോക്ക്, എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്. അവർ കാണില്ലേ ഞാനെപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത്? അപ്പൊ ഇത്രയും കാലം ആരും കണ്ടില്ലേ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ല എന്ന്? എനിക്ക് കുറച്ച് സ്പേസ് വേണം പ്ലീസ്. സ്പേസാ? രഞ്ജി, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നിന്റെ കാല് ഞാൻ പിടിക്കാം. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? രഞ്ജി, എനിക്ക് പറ്റില്ല നിന്നെ ബോധിപ്പിക്കാൻ. എനിക്ക് എൻ്റെ ലൈഫുണ്ട്. സോ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇനി ഞാനുണ്ടാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ? വേണ്ട, എനിക്കൊന്നും നിന്നോട് പറയാനില്ല. എന്നെ വിളിക്കുന്നുണ്ട് ഇവിടെ. ആര്? ഇനി എന്നെ വിളിക്കരുത്. ഐ ആം സോറി. ഇനി നമ്മൾ കാണില്ല. ഓക്കെ, ബൈ. രഞ്ജി, നീ അതുകൊണ്ട് ഞാൻ പറയാ, നീ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യ്. അഞ്ജുയുടെ കല്യാണം ഉറപ്പിച്ചു. അവളെ സമ്മതിച്ചല്ലേ? നീ വിചാരിക്കുന്ന പോലെ അവളെ വീട്ടുകാരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതല്ല. അവിടെ നടക്കാൻ പോകുന്നത് ഒരു ലവ് മാരേജ് ആണ്. അവൾക്ക് വേറെ ഒരു അഫെയർ ഉണ്ടായിരുന്നു. നിന്നെ അവളെ ചീറ്റ് ചെയ്യായിരുന്നു. ഇന്നല്ലേ August 29? ഇന്നാണ് അവളുടെ മാരേജ് ഫിക്സ് ചെയ്തതിൻ്റെ ഫംഗ്ഷൻ. ഞാൻ പോകുന്നില്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്. എടാ, നീ ആ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിന് പോകണം. August 29 മുതൽ ജസ്റ്റ് 1 വീക്ക് ട്രെയിനിങ് അല്ലേ ഉള്ളൂ. അഞ്ജു എന്നോട് പറഞ്ഞത് നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ്. ബട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ മാരേജിനെ പറ്റി ഒരു ക്ലൂ കിട്ടിയ ദിവസം തന്നെ ഞാൻ നിന്നെ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. ബട്ട് അന്ന് നീ ഫുൾ നമ്പർ ബിസി ആയിരുന്നു. പിറ്റേന്ന് നിന്നെ ഫോണിൽ കിട്ടിയെങ്കിലും എനിക്ക് പറയാൻ പറ്റിയില്ല. എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നീ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. പോരാത്തതിന് അവൾ എൻ്റെ കസിന്. നീ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കരുത്, അത് എന്നെയാണ് ബാധിക്കുക. അവളുടെ ഫാമിലിയിൽ എനിക്ക് മാത്രമല്ലേ നിന്നെ അറിയുള്ളൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവളൊരു ഫ്രോഡാണെന്ന് എനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. പണ്ട് സ്കൂളിൽ അവൾക്ക് വേറെ ഒരു അഫെയർ ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല.
രഞ്ജി എടാ ലാലേട്ടൻ പൊളിച്ചു. പടം സൂപ്പർ ഹിറ്റാ. 2:30 അടുത്ത ഷോ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അത് ഉറപ്പിച്ച്. അല്ല, എന്നടാ റിലീസ്? ഓഗസ്റ്റ് 29.